ഹലോ ഗൈസ്, കഴിഞ്ഞ എണ്ണ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ തുടർച്ചയായ വീഡിയോ ആണ് ഇത്. ആദ്യത്തെ വണ്ടി തള്ളി സ്റ്റാർട്ടാക്കാൻ നോക്കിയെന്നുണ്ടെങ്കിലും അത് സ്റ്റാർട്ടായില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ജീപ്പ് എടുക്കാന്ന് വിചാരിച്ചത്. ജീപ്പ് നോക്കിയിട്ടുണ്ടെങ്കിലോ അതിൽ എണ്ണി അതിന് 100 രൂപയ്ക്ക് റിക്ഷാവ് പോയിട്ട് എണ്ണയും കൊടുത്തു. ആ എണ്ണ ആണെങ്കിൽ നമ്മൾ ഈ കൊയിച്ചും ചെയ്യും. പകുതിക്ക് മുക്കാൽ പുറത്ത് പോയിന്നുണ്ടെങ്കിലും കുപ്പിന്റെ അകത്ത് കുറച്ചും കൂടി ഉണ്ട്. അങ്ങനെ ഇനിയുള്ള എണ്ണയും കൂടി നമ്മൾ കളഞ്ഞാൽ കുപ്പിയിലൊന്നും ഉണ്ടാവും. കുപ്പിയിലെന്നല്ല ജീപ്പിലും ഒന്നും ഉണ്ടാവും. അങ്ങനെ ഇല വെച്ച് ഒഴിച്ചപ്പോഴോ അതും പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ചക്കന് ഒഴിക്കാൻ അറിയില്ല. അങ്ങനെ എണ്ണ ഒഴിച്ച് ജീപ്പ് സ്റ്റാർട്ട് ആക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നമ്മൾ ഫോളോ ചെയ്യാത്ത കുറെ ആൾക്കാർ വീഡിയോ കണ്ട് പാഞ്ഞു പോകും. ഒന്ന് ഫോളോ ചെയ്തേക്കും മക്കളെ. എങ്ങൾക്കും വേണ്ടിയല്ലേ ഈ കണ്ടന്റ് എല്ലാം കൂടി നമ്മൾ ഇറക്കിപ്പൊറുക്കി ഉണ്ടാക്കും. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അങ്ങനെ ജീപ്പിന്റെ ഡോറും തുറന്ന് നമ്മൾ ഉള്ളിൽ കയറാൻ നോക്കി. അങ്ങനെ സ്പൾബർ ഇസ്മായിലാണ് ഇന്ന് വണ്ടി എടുത്തത്. ചക്കന്റെ മുഖത്തുള്ള ചെറിയ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണെന്നുള്ള. ആ 100 രൂപേന്റെ എണ്ണ അയച്ചില്ലേ, അതിനുള്ള ആ ചെറിയാണ് വാൻ ചിരിച്ചത്. അങ്ങനെ എണ്ണ ഒഴിച്ച് 100 രൂപേന്റെ എണ്ണ ജീപ്പിന് പറ്റിയില്ല. ഈ ജീപ്പിനെ പറഞ്ഞിട്ട് കാര്യമില്ലേ, ഈ വലിയൊരു സാധനത്തേക്ക് 100 രൂപയ്ക്ക് എണ്ണ അടിച്ചാൽ എവിടെ തന്നെ. അങ്ങനെ 5 മിനിറ്റിന്റെ ഇടവേളിന് ശേഷം ജീപ്പിനോട് ഞങ്ങൾ പറഞ്ഞു പെട്രോൾ പമ്പിൽ എത്തിയിട്ട് ഫുൾ ടാങ്ക് കണ്ടടിച്ചത്. ജീപ്പ് അത് കേട്ടതും ജീപ്പ് സ്റ്റാർട്ട്. ജീപ്പ് ഓഫ് ആയതും സ്റ്റാർട്ട് ആയതൊന്നും ഓല അറിഞ്ഞിട്ട്. എന്നാലും ആ ചെറിക്കൊരു കുറവില്ല. പണ്ടത്തെ മല്ലാക്കന്മാരൊക്കെ തൊപ്പിട്ടെടുക്കുന്ന മാടി ഞാനും മുന്നിലാണ് കയറി ചാടിയാണ്. ആ 100 രൂപേന്റെ എണ്ണയും വെച്ച് സ്പൾബർ ഇസ്മായിൽ പെട്രോൾ പമ്പിൽ എത്തി. അങ്ങനെ അവിടുന്ന് എണ്ണ അടിച്ച് ഞാൻ അവിടുന്ന് ഞാനല്ലേ ഞങ്ങളെല്ലാരും കൂടി അവിടുന്ന് ഇറങ്ങി. എങ്ങനെയുണ്ട് ആ പാട്ട് ഇട്ടിട്ട് ഞാൻ തൊപ്പിട്ട് കാണാൻ? 5 പൈസക്ക് ഇല്ലാന്ന് നിൽക്കറിയാം. എന്നാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. വണ്ടി നിർത്തി അങ്ങനെ ഓരോന്നിനോരോന്നായിട്ട് നമ്മൾ പുറത്തിറക്കാം. ഈ വരവെല്ലാം കൂടി വരുന്നത് അങ്ങട്ടാന്നല്ലേ. ഞങ്ങൾ ഉപ്പിലിട്ട് കഴിക്കാനാണ് വന്നത്. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിലിട്ട് കഴിക്കുന്ന ഒരു ഹര. പൈനാപ്പിൾ ആ ബക്കറ്റിൽ കിടക്കും. കുറച്ച് ചേലൊക്കെ ഉണ്ട്. നോക്കിയപ്പോഴോ കുറച്ച് പയക്കാം. അതിന് ഉപ്പിലിട്ട് നിന്ന് കാടമുട്ടി 2 തൊള്ളിയിട്ടാണ്ട് ഇറങ്ങിയാവും. ജീപ്പിന്റെ ബാക്കിൽ ശബ്ദം കേട്ടിട്ട് പോയി നോക്കിയതാ. ഒന്നിനാത്രം പോകാനുള്ള മനുഷ്യന്മാരില്ല അടി ഉണ്ടാക്കണേ. എന്തിനാ അറിയോ? സീറ്റിന്. എന്നാൽ ഇതൊന്ന് തീരുമാനമായിക്കാട്ടെ, ബാക്കി പിന്നെ.